ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിൽനാസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ട് മക്രോണി എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അതിനുവേണ്ടി 200 ഗ്രാം ചിക്കൻ ഞാനിവിടെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഗാർലിക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. മക്രോണി വേവിച്ചെടുക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് എടുത്ത് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇതോടെ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിനാണ് 2.5 കപ്പ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയരുത്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒഴിവാക്കി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. മക്രോണി റെഡിയാക്കാനായി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. സെയിം പാനിലോട്ട് തന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടൊമാറ്റോ ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് പാത്രം മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.